നല്ല അടിപൊളിയായിട്ടുള്ള ബേക്കറി സ്റ്റൈൽ ടൂട്ടി ഫ്രൂട്ടി കേക്ക്. നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം. നല്ല പൈനാപ്പിൾ ഫ്ലേവറും വെള്ള ഫ്ലേവറും എല്ലാം വരുന്ന അടിപൊളി കേക്ക്. അപ്പോൾ ഈ റെസിപ്പി ആണല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുക്കണം. അതിലേക്ക് നമുക്കൊരു 4 മുട്ട, റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പൈനാപ്പിൾ എസൻസ്, 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1 ടീസ്പൂണ് വാനില എസൻസും അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒരു 2 മിനിറ്റോളം ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഓട്ടോമാറ്റിക് മെഷീൻ ഉള്ളത് കൊണ്ട് അതിങ്ങനെ ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ 2 മിനിറ്റ്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കണം. അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. ഒന്നുകിൽ 1 തവണ അരിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ 2 പ്രാവശ്യം അരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ബീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ബീറ്റ് ചെയ്യുക, അതിനുശേഷം നമുക്ക് മൈദ അരിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് നമ്മൾ എഗ്ഗ് ബീറ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പൈനാപ്പിൾ എസൻസ് ഒരുപാട് ഒഴിച്ച് ചേർക്കെടുക്കുക, അതല്ലെങ്കിൽ ഒരു കുത്തൽ വരും, അതുകൊണ്ട് 1 ടീസ്പൂൺ മതിയാവും കേട്ടോ. എന്നിട്ടിതാ ഈ ഒരു നല്ല ഫ്ലഫി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മൈദ മിക്സിൻ്റെ പകുതി പോർഷന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു സ്പാച്ചിലയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്നുകിൽ ഒരേ റൊട്ടേഷനിൽ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, കുത്തി കുത്തി ഇളക്കാൻ പാടില്ല. ആ ഒരു പകുതി മൈദ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1/4 കപ്പ് ബട്ടർ നന്നായിട്ട് ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ബട്ടർ നല്ലോണം ചൂടായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, അത് മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള മൈദയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒരേ റൊട്ടേഷനിൽ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം മാത്രമേ നമുക്ക് നല്ലൊരു ബാറ്റർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പൊന്തി വന്നിട്ടുള്ള മുട്ടയൊക്കെ അതങ്ങ് പോയിട്ട് ലൂസായിട്ട് മാറും. ഈ ഒരു തിക്നെസ്സിൽ നമ്മുടെ ബാറ്റർ കിട്ടണം കേട്ടോ. നല്ല എന്താ പറയുക, നല്ല റിബൺ കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ കിട്ടണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ടൂട്ടി ഫ്രൂട്ടി കേക്കാണല്ലോ, അതുകൊണ്ട് തന്നെ ടൂട്ടി ഫ്രൂട്ടി വേണം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണ് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം, പല കളറിലുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം, എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ താഴ്ഭാഗത്ത് ആയിപ്പോകും ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി ഇടുന്ന സമയത്ത്. അപ്പോൾ മൈദയും കൂടി കോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ, ഒരു ഭാഗത്ത് തന്നെ താന്ന് പോവില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഇതാ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്തിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു പോളച്ചെമ്പിൽ ഓവൻ ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ലോണം ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160ൽ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മേലിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ടേപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടും, കാരണം നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു കേക്കിലും കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അത് ഓയിലിന് പകരം നമ്മൾ ബട്ടർ എടുക്കുമ്പോഴായിരിക്കും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ചായൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിനായിട്ട് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബായ്.